കുട്ടികളിലെ രക്താതിമർദ്ദം നേരത്തെ തിരിച്ചറിയാം, നേരത്തെ പ്രവർത്തിക്കാം. ഉയർന്ന രക്താതിമർദ്ദം ഇന്ന് മുതിർന്നവരുടെ മാത്രം പ്രശ്നമല്ല. ഇന്ന് ഇന്ത്യയിലെ 10% സ്കൂൾ കുട്ടികൾ പ്രീ ഹൈപ്പർടെൻസീവ് ആണെന്ന് കണക്കുകൾ തെളിയിക്കുന്നു. കൂടാതെ 7% കുട്ടികളിൽ രക്താതിമർദ്ദം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടികളിൽ രക്താതിമർദ്ദത്തിനുള്ള അപകട ഘടകങ്ങളിൽ പ്രധാനമായും അമിതവണ്ണം, അമിതമായ ഉപ്പിന്റെ ഉപയോഗം, വ്യായാമമില്ലായ്മ, കുടുംബ പാരമ്പര്യം, ഇതുകൂടാതെ പ്രമേഹമോ വൃക്ക സംബന്ധമായ എന്തെങ്കിലും രോഗാവസ്ഥയോ രക്താതിമർദ്ദത്തിന് കാരണമായേക്കാം. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന്റെ നേതൃത്വത്തിൽ മൊബൈൽ ആരോഗ്യ സംഘങ്ങൾ നടത്തുന്ന സ്ക്രീനിംഗ് പ്രവർത്തനങ്ങൾ കുട്ടികളിലെ രക്താതിമർദ്ദം നേരത്തെ തിരിച്ചറിയുന്നതിലും ചികിത്സിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നു. കൃത്യമായി സ്ക്രീനിംഗ് നടത്തുന്നതിലേക്കായി എല്ലാ മൊബൈൽ ഹെൽത്ത് ടീമുകളിലും ആവശ്യമായ ഉപകരണങ്ങൾ, റെഫറൻസ് ചാർട്ടുകൾ, സ്ക്രീനിംഗ് റെഫറൽ കാർഡുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. RBSK പ്രകാരം സ്കൂൾ സ്ക്രീനിംഗുകളിൽ രക്താതിമർദ്ദം പരിശോധിക്കുകയും അനുയോജ്യമായ ചാർട്ടുകൾ ഉപയോഗിച്ച് പ്രായവും ഉയരവും തരംതിരിക്കുകയും ചെയ്യും. രക്താതിമർദ്ദം സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ കുട്ടികളെ അടുത്തുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് പരിശോധനകൾക്കുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നു. നേരത്തെ തിരിച്ചറിയുകയും ലളിതമായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും ഗുരുതരമായ രോഗത്തിലേക്ക് എത്തുന്ന സാഹചര്യം തടയാൻ സാധിക്കും. പ്രാരംഭഘട്ടത്തിൽ ലളിതമായ ജീവിതശൈലി മാറ്റങ്ങൾ ഏറെ സഹായകമാണ്. ഒരു ദിവസം കുറഞ്ഞത് 60 മിനിറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ 3 മുതൽ 4 തവണ എയറോബിക് വ്യായാമങ്ങൾ ശീലമാക്കുക. തുടർച്ചയായി 2 മണിക്കൂറിൽ കൂടുതൽ ഒരേ സ്ഥലത്തിരുന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ എന്നിവ അടങ്ങിയ ഭക്ഷണക്രമം, 5 ഗ്രാമിൽ താഴെ പ്രതിദിനം ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഉപയോഗിക്കുക. ഉയർന്ന കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര എന്നിവ അടങ്ങിയ ഹൈ ഫാറ്റ്, സോൾട്ട് ആൻഡ് ഷുഗർ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക. നേരത്തെയുള്ള പരിശോധന, നേരത്തെയുള്ള പരിചരണം, നേരത്തെയുള്ള കൗൺസിലിംഗ്. RBSK കുട്ടികളുടെ ഹൃദയങ്ങളെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുന്നു.